ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. കുറേ ദിവസമായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ അപ്ഡേഷൻ. തൃശ്ശൂർ എറണാകുളം തീരദേശപാതയിൽ ഉൾപ്പെട്ടതാണ് അഴീക്കോട് മുനമ്പം പാലം. അപ്പോൾ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അഴീക്കോട് ജെട്ടി എത്തുന്നതിന് മുൻപ് വലത് ഭാഗത്തു കൂടെയാണ് ഈ പാലം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടിയാണ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നത്. 142 കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. മുനമ്പം ഭാഗത്ത് 53 സെൻറ്റ് ഭൂമിയും അഴീക്കോട് ഭാഗത്ത് ഫിഷറീസ് വകുപ്പിൻ്റെ ഭൂമി ഉൾപ്പെടെ 106 സെൻറ്റുമാണ് ഇതിന് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് പാലത്തിൻ്റെ പീറുകളുടെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. 2 തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത്. കണ്ടവിടെയൊക്കെ പൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പീറിൻ്റെ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പീറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഴീക്കോട് ഭാഗത്താണ് കേട്ടോ. ഏകദേശം 14 തൂണുകളുടെ പണിയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. കണ്ട നിങ്ങൾ ഇവിടുന്ന് പാലം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തൂണുകളുടെ ഹൈറ്റ് കമ്മിയാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് തൂണുകളുടെ ഹൈറ്റ് കൂടി വരുന്നത്. 1 മാസം മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. അന്ന് വന്ന സമയത്ത് ഇവിടെ ബോർ പൈലിംഗ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 2025 ആകുമ്പോഴേക്കും മുനമ്പം അഴീക്കോട് പാലത്തിൻ്റെ പണികൾ പൂർത്തിയാക്കിയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതേ വർഷം തന്നെയാണ് ദേശീയപാത 66 തുറന്നു കൊടുക്കുമെന്ന് പറയുന്നത്. ഈ പാലത്തിൻ്റെ തൂണുകൾ ഇവിടം വരെയുള്ളൂ. ഇവിടുന്ന് പിന്നീട് കോൺക്രീറ്റ് വാളാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പാലത്തിൻ്റെ പീറുകൾ ഹൈറ്റ് കൂടുന്നത്. വെച്ചാൽ ഇവിടുന്ന് ഈ കോൺക്രീറ്റ് വാളിൻ്റെ മറുഭാഗം ഹൈറ്റ് കുറഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ നിന്നാണ് ഹൈറ്റ് കൂടി പീറുകൾ വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ പീറൊക്കെ നല്ല ഹൈറ്റുള്ള പീറുകളാണ്. അപ്പോൾ കരയിലുള്ള തൂണുകളുടെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. കുറേ തൂണുകളുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചില തൂണുകളുടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് വരാൻ പോകുന്നത് തീരദേശപാതയിൽ അഴീക്കോട് മുനമ്പം. ഇത് വൈപ്പിൻ മണ്ഡലത്തിലെ മുനമ്പത്തെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്തെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. അഴീക്കോട് മുനമ്പം പാലം യാഥാർത്ഥ്യമാവുന്നതോട് കൂടിയിട്ട് മുനമ്പം ഫിഷിംഗ് മേഖലയും അതുപോലെ തന്നെ ബീച്ച് ടൂറിസത്തിനും ഭയങ്കരമധികം വളർച്ചയാണ് ഉണ്ടാവുക. ടൂറിസത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മേഖലയിലും ഇപ്പോൾ ടൂറിസം വളരെയധികം വളർച്ച വന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റോഡുകൾ വരുന്നതോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ തീരദേശപാതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ തീരദേശപാത പല സ്ഥലങ്ങളിൽ കൂടിയും കടന്നു പോകുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ കടലോര മേഖലയിൽ കൂടിയാണ്. അവിടെയൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ട് ടൂറിസം വളരാൻ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ പടിഞ്ഞാറേക്കര ഭാഗത്ത് നിങ്ങൾ തീരദേശപാതയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാവും, അവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് വരുന്നതോട് കൂടിയിട്ട് പല ഭാഗത്തുനിന്നും, ഇപ്പം നമ്മളെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യത്തുനിന്നും വരുന്ന പല ആളുകളും ഇവിടെ വന്നിട്ട് ബൈക്കുകൾ അതുപോലെ തന്നെ സൈക്കിൾ എടുത്തിട്ട് കേരളം മൊത്തം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് എന്നൊരു ആശയം വന്നതോട് കൂടിയിട്ട് ഇനി ഒന്നും കൂടി ടൂറിസം മേഖല വളരുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ആളുകൾ സൈക്കിൾ റൈഡേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതുമാണ് ഈ തീരദേശപാതയിലെ സൈക്കിൾ ട്രാക്കുകൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ മുനമ്പം അഴീക്കോട് പാലത്തിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബാർജ് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലുള്ളത്. അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ജങ്കാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പണികൾ തുടങ്ങിയതുകൊണ്ട് ജങ്കാറില്ല. ഇവിടുന്ന് ബോട്ട് സർവീസാണ് അഴീക്കോട് നിന്ന് മുനമ്പത്തേക്കും അതുപോലെ തന്നെ മുനമ്പത്തു നിന്നും അഴീക്കോട്ടേക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ജങ്കാർ സർവീസ് നിർത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ മുൻപ് വന്ന സമയത്ത് ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. അന്ന് ആ ജങ്കാർ സർവീസിൽ എത്രങ്ങാനും വാഹനങ്ങളാണെന്നോ ഒരു ഭാഗത്തേക്ക് കടന്നു പോയതും അതുപോലെ തന്നെ മറുഭാഗത്ത് നിന്ന് ജങ്കാർ മുഖാന്തരം ഇപ്പുറത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി ഈ ഭാഗത്ത് ഒരു പാലം എത്രത്തോളം നിർബന്ധമാണെന്നുള്ളത്. കാരണം ജങ്കാർ സർവീസിന് എങ്ങനെ പോയാലും ഒരു ഭാഗത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതുമാണ്. അങ്ങനെ അഴീക്കോട് മുനമ്പം തീരദേശ നിവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അഴീക്കോട് മുനമ്പം പാലം. ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരദേശപാതയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മിക്കവാറും ദേശീയപാത 66 അധികം ആളുകൾ ഉപയോഗിക്കുന്നു തോന്നില്ല. കാരണം അതിലൊക്കെ ടോൾ പ്ലാസ വരുന്നുണ്ട്. തീരദേശപാതയിൽ ടോൾ പ്ലാസ ഇല്ലല്ലോ. അപ്പോൾ ടോൾ കൊടുക്കാതെ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് തീരദേശപാതയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ടെങ്കിൽ നാട്ടിക ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഈ തീരദേശപാതയിൽ കൂടെ വന്നിട്ട് ജങ്കാർ മുഖാന്തരം മുനമ്പം കഴിഞ്ഞ് നേരെ എറണാകുളം ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മുനമ്പം വന്നിട്ട് പിന്നീട് ജങ്കാർ മുഖാന്തരം നേരെ അഴീക്കോട് വന്നിട്ട് നാട്ടിക, പിന്നെ അങ്ങനെ നമുക്ക്
മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പം ഇതില്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുമാണ്. ഇപ്പോൾ ഫുള്ള് കറങ്ങി തിരിഞ്ഞ് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടപ്പുറം പാലം കഴിഞ്ഞ് മുത്തക്കുന്നം, പിന്നെ അത് കഴിഞ്ഞിട്ട് പറവൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ തിരിച്ചും ഇവിടെയൊക്കെ ബാർജ് പൈലിംഗ് കഴിഞ്ഞിട്ട് ലൈനർ ഇറക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പീർ കേജ് ഇറക്കിയിട്ട് കോൺക്രീറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതൊക്കെ മുകളിലുള്ള ഈ ലൈനർ കട്ട് ചെയ്യും, പിന്നീടാണ് പീറിൻ്റെ വർക്ക് ആരംഭിക്കുക. അഴീക്കോട് മുനമ്പം പാലം 2 വരിപ്പാതയാണ്. 868.7 മീറ്ററാണ് ഇതിൻ്റെ നീളം. 1.5 മീറ്ററാണ് നടപ്പാത വരുന്നതും അതുപോലെ തന്നെ 1.80 മീറ്ററാണ് സൈക്കിൾ ട്രാക്കിൻ്റെ വീതി. എന്തായാലും പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു 1.5 പാലം തന്നെ ആയിരിക്കും അഴീക്കോട് മുനമ്പം പാലം. അടിപൊളി കാഴ്ചയായിരിക്കും അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ മുകൾ ഭാഗത്തുനിന്ന്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പണി തന്നെയാണ് ഈ വെള്ളത്തിലുള്ള ബാർജ് പൈലിംഗ്. കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ ഫുള്ള് ഇപ്പം ബാർജ് പൈലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അഴീക്കോട് നിന്നും മുനമ്പം ഭാഗത്തേക്ക് പോയപ്പോൾ ശരിക്കും ഇത് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ മുനമ്പത്തു നിന്നും അഴീക്കോട് ഭാഗത്തേക്ക് വരുമ്പം ഈ ബാർജ് പൈലിംഗ് നടക്കുന്നതിൻ്റെ അടുത്ത് കൂടെയാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. എന്തായാലും ഇതിന് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഒരു ബാർജിൻ്റെ ചുറ്റുപാടും ഫുള്ളും വെള്ളമാണ്. അതിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഇവർ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പണികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുമുണ്ട്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവിടെ നിർമ്മാണം നടത്തുന്നത്. കണ്ട ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്കൊക്കെ ബെൽറ്റുകളും ഉണ്ട്, സേഫ്റ്റി ബെൽറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ വന്നൊരു കമൻറ്റാണ് മുനമ്പം മുതൽ ചെറായി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ജങ്കാർ സർവീസ് ഉണ്ടെങ്കിൽ അഴീക്കോട് നിന്ന് നമുക്ക് നേരെ ജങ്കാർ മുഖാന്തരം മുനമ്പം വന്നിട്ട് മുനമ്പത്തുനിന്ന് പിന്നെ അങ്ങോട്ട് റോഡിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ജങ്കാർ സർവീസ് ഇല്ല. അതുകൊണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ എറണാകുളം ഭാഗത്തുള്ള വീഡിയോസ് എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ചെറായി മുതൽ മുനമ്പം വരെയുള്ള റോഡ് കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്രാവശ്യം ഞാൻ തുറവൂർ വരെ പോയി വന്നിരിക്കുകയാണ്. കാരണം നമ്മളെ ദേശീയപാത 66 വീഡിയോസ് എടുത്ത് തുറവൂർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന സമയത്ത് സമയം കുറേ ലേറ്റായി. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് എത്താനുള്ള ടൈം അധികമാവുമെന്ന് വെച്ചിട്ട് വേഗം തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ കണ്ട നമ്മളെ ജങ്കാറിൻ്റെ ജെട്ടി കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് നീങ്ങിയിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത്. അഴീക്കോട് ഭാഗമാട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരൊറ്റ മാസം കൊണ്ടാണ് ഇത്രയും അധികം വർക്കുകൾ നടത്തിയിരിക്കുന്നത്. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റേതായ വേഗത അവർ ഈ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, നമ്മൾ തീരദേശപാതയുടെ പല ഭാഗത്തും ചെറിയാൻ വർക്കിയുടെ വർക്കുകളുണ്ട്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തീരദേശപാതയുടെ വർക്കുകളെ കുറിച്ചുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയെയും എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.